ബി.ജെ.പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വളരെ കുപ്രസിദ്ധി നേടിയ ഒന്നാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ചേരേണ്ട മിനിമം യോഗ്യത അയാൾക്ക് ഒരല്പം പോലും തലക്കകത്ത് ആൾതാമസമോ വിവരമോ ഉണ്ടാകരുത് എന്നതാണ്. അത്തരക്കാർക്ക് മാത്രമാണ് ആ യൂണിവേഴ്സിറ്റിയിൽ മുൻഗണന. അത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇക്കഴിഞ്ഞ മെയ് 2-ന് കോൺഗ്രസിനെതിരെ ഒരു വിദ്യാർത്ഥി മാർച്ച് ഡൽഹിയിൽ നടത്തി. ഡൽഹിയിലെ AICC ഓഫീസിലേക്കായിരുന്നു ആ മാർച്ച്. ഈ മാർച്ചിൽ അണിനിരന്ന നൂറുകണക്കിന് പേരിൽ ആരെല്ലാം വിദ്യാർത്ഥികളുണ്ട് എന്നത് പോലും സംശയകരമാണ്. പ്രതിഷേധക്കാർ ഉന്നയിച്ച വിഷയം നികുതിയും സമ്പത്ത് വിതരണവും തുടങ്ങിയ വിഷയങ്ങളാണ്. കോൺഗ്രസിന്റെ സാമ്പത്തിക കാര്യ വിദഗ്ധൻ, രാജ്യത്ത് തന്നെ സാമ്പത്തിക കാര്യ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന സാം പിത്രോദയാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കണം കോൺഗ്രസ് സാമ്പത്തിക വിനിമയം നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു റൂൾ ബുക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾക്കൊക്കെ എതിരെയാണ് ഈ വിദ്യാർത്ഥികളുടെ മാർച്ച് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ മോഡി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഹിന്ദു സ്ത്രീകളുടെ താലിമാലകൾ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ മുസ്ലിങ്ങൾക്ക് നിർബന്ധപൂർവം പറിച്ചെടുത്ത് കൊടുക്കുമെന്നൊക്കെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ മോഡി നടത്തുകയും ചെയ്യുന്നു. ഈ സാധുക്കൾ കരുതി കാണും ഇതെന്തോ വലിയ സാമ്പത്തിക കൈമാറ്റം ആണ് എന്നൊക്കെ. പക്ഷേ കഥയിലെ വിരോധാഭാസം എന്തെന്നാൽ മാർച്ചിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി എന്ന് പറയപ്പെടുന്ന ആൾക്ക് പോലും ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ധാരണയും ഇല്ല എന്നതാണ്. അതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ ചേരണമെങ്കിലുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് അയാൾക്കൊരിക്കലും ബുദ്ധിയോ ചിന്തയോ ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. ഗ്രേറ്റർ നോയിഡയിലെ സർവകലാശാലയിൽ നിന്നുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് നടത്തിയ ഈ മാർച്ച് ആജ് തക് ചാനൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആജ് തക് ചാനൽ റിപ്പോർട്ടർ ആ രംഗം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പല തവണകളായി ഈ പ്രതിഷേധക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തുന്നത് എന്നും നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ കൈകളിലുള്ള പ്ലക്കാർഡുകളിൽ എഴുതിയ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ എന്താണ് എന്നുമൊക്കെ റിപ്പോർട്ടർ പല വിദ്യാർത്ഥികളോടും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണത്തിന് പോലും ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം. അവർ റിപ്പോർട്ടറോട് പറയുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം എന്നാണ്. സാധാരണഗതിയിൽ മാധ്യമങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരു സമരം നടക്കുന്ന സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സമരത്തിന്റെ മുൻനിരയിലുള്ള ലീഡേഴ്സിനോട് ചോദിക്കും. ആ സമരത്തിന്റെ മധ്യത്തിലും അതോടൊപ്പം തന്നെ പിൻനിരയിലും ഒക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികളോടോ പ്രതിഷേധക്കാരോടോ ഒക്കെ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ സമരത്തിന്റെ ലക്ഷ്യം, സമരം ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, അടുത്ത സമരത്തിന്റെ ഘട്ടം എന്തായിരിക്കും, ഈ സമരം എത്രമാത്രം ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നാണ്. ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകരായ ഞങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. അത്തരമൊരു ചോദ്യം മാത്രമാണ് ആജ് തക് റിപ്പോർട്ടറും ചോദിച്ചത്. മിനിമം തങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാം എന്താണ് എന്ന് പോലും അറിയാത്ത ഒരു യുവത വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശം കേട്ട് നിരത്തിലേക്ക് ഇറങ്ങി ആ നിരത്തിലെത്തിയപ്പോൾ ഈ ചാനൽ റിപ്പോർട്ടർ കഥ പൊളിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഉൾക്കാഴ്ചയുടെ ഒരു തരിമ്പെങ്കിലും വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച അശുതോഷ് എന്ന ആജ് തക് റിപ്പോർട്ടർക്ക് നിരാശയായിരുന്നു ഫലം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ കൈവശം വെച്ചിരുന്ന പ്ലക്കാർഡുകളിലെ മുദ്രാവാക്യങ്ങളുടെ സാഹചര്യം പോലും വിശദീകരിക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല എന്നതാണ് ആ വീഡിയോയിൽ ഉണ്ടായ രംഗം. വീഡിയോ വൈറലായതോടെ സമൂഹ മാധ്യമങ്ങളിൽ പലരും തങ്ങളുടെ അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തി. രാജ്യത്തെ ഏറ്റവും മോശം നിലവാരമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും ആ വീഡിയോ മുന്നോട്ട് വെച്ചത്. ഇതാണ് അവർ എന്നാണ് ഒരു വ്യക്തി പറഞ്ഞത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ യുവതലമുറയെ ചൂഷണം ചെയ്യുന്നു എന്നാണ് മറ്റൊരാൾ എഴുതിയത്. ഈ വീഡിയോ കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കൾ കാണാൻ ഇടയായാൽ നിങ്ങൾ മുടക്കിയ ലക്ഷക്കണക്കിന് രൂപ പാഴായിപ്പോയല്ലോ എന്നായിരിക്കും ചിന്തിക്കുക എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണമെന്നാണ് മറ്റൊരാളുടെ പ്രതികരണം. കുട്ടികൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാൻ പോലും അറിയില്ല എന്ന് വിമർശിക്കുന്നവരും കുറവല്ല. വിദ്യാസമ്പന്നനായതുകൊണ്ട് മാത്രം സ്വയം ചിന്തിക്കണമെന്ന് അർത്ഥമാക്കുന്നില്ല എന്ന പ്രതികരണം ഉൾപ്പെടെയാണ് എക്സിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ധ്രുവ് റാട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്തരം ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ നടു റോട്ടിൽ ഡൽഹിയിൽ കണ്ടിട്ടുള്ളത്. ഏതായിരുന്നാലും പഴയ പോലെ ബി.ജെ.പിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ അങ്ങ് ക്ലിക്കാവുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒന്നാണ്.